ഷോഗൺ എന്നൊരു സീരീസ് കണ്ടു. മാസ്റ്റർ പീസ് ആയിട്ടാണ് എനിക്ക് ഈ സീസണിനെ പറ്റി പറയാനുള്ളത്. ഒരു 10 എപ്പിസോഡ്സ് മാത്രമുള്ളൊരു മിനി സീരീസാണ്. പിന്നെ ഒരു നോവലിൻ്റെ ബേസ് ആക്കിയുള്ളൊരു സീരീസും കൂടിയാണ്. സത്യം പറഞ്ഞാൽ ഈ സീസണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അധികം ആൾക്ക് ഇഷ്ടപ്പെടില്ലാതെ എനിക്ക് ഈ സീരീസ് കണ്ടപ്പോൾ തോന്നിയത്. അത്രക്കും ഭയങ്കര ഒരു നോവൽ ബേസ്ഡ് ആയിട്ടുള്ള സീരീസ് തന്നെയാണ്. അപ്പോൾ ഫുള്ളി ആ ഒരു ഷോഗൺ എന്നുള്ള ടൈറ്റിൽ പോലെയല്ല ഈ സീരീസ് മുന്നോട്ട് പോകുന്നത്. മൊത്തത്തിലൊരു സ്പീച്ചും ആ ഒരു കോൺവെർസേഷനും ആ ഒരു ജപ്പാനീസ് കൾച്ചറും അവരെ പൊളിറ്റിക്സും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ സീസൺ മുന്നോട്ടുള്ളത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സീസൺ. ഫുള്ളി യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പെടുന്നുണ്ട്. സോ എന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു. ആ ഒരു കൾച്ചറും കാര്യങ്ങളും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സീസൺ കാണിക്കാനുള്ളതല്ലോ. ഭയങ്കര ഇങ്ങനെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് എടുത്തു വെച്ച രീതി, അതിൻ്റെ നറേഷനൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. അതുപോലെ ലാസ്റ്റത്തെ എപ്പിസോഡും കണ്ടുകഴിഞ്ഞപ്പോൾ ഈ സീസണിൻ്റെ പേർപ്പസ് എന്താ, ഈ സീസൺ എന്തിനാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അത് പറഞ്ഞേ പറ്റൂ. സോ ഈ സീസണിൻ്റെ മെയിൻ പ്ലോട്ടിലേക്ക് വരാം. മെയിൻ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ജപ്പാനീസ് കാറ്റേഴ്സിൻ്റെ ഇടയിലാണ് ഈ സീസണിൻ്റെ കഥ നടക്കുന്നത്. സോ അവരുടെ ഷോഗൻ്റെ ഒരു ടൈറ്റിൽ, ഒരു വലിയ ടൈറ്റിലാണ്. സോ ആ ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ട് 4 ജപ്പാനീസ് സ്റ്റഡീസിൻ്റെ കോൺഫ്ലിക്ട്സും കാര്യങ്ങളാണ് എടുത്ത് കാണിക്കുന്നത്. സോ അതിൻ്റെ ഇടയ്ക്കായിട്ടൊരു ഇംഗ്ലീഷ് വേണ്ടി ഇംഗ്ലണ്ടിൽ വരുന്നു. സോ അതിൻ്റെ പ്രോബ്ലംസും അവർ തമ്മിലുള്ള കുറേ പ്രോബ്ലംസാണ് ഈ സീസൺ എടുത്ത് കാണിക്കുന്നത്. സോ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ മിനി ഗെയിം ഓഫ് ത്രോൺസ് ആണ് ഈ സീസൺ മൊത്തം എടുത്ത് പറയുന്നത്. ഈവൻ ഗെയിം ഓഫ് ത്രോൺസിൽ വേറെ ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് സാമ്യം തോന്നുന്ന കുറേ ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് ക്യാരക്ടേഴ്സ് വെച്ച്. സോ ഈ സീരീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഡീറ്റെയിലിംഗ് തന്നെയാണ്. അതായത് ഈ സീസൺ ഞാൻ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ജപ്പാനീസ് കൾച്ചറും കാര്യങ്ങളും ഇഷ്ടമുള്ളതിനെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു. സോ ആ ഒരു കൾച്ചറും കാര്യത്തിൻ്റെ അകത്ത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ സീസൺ കണ്ടാൽ മനസ്സിലാവും. അത്രയും ഭയങ്കര രസമാണ്. അതായത് എല്ലാം നിങ്ങൾക്ക് ഒരിക്കലും നിരാശ ചെയ്യില്ല. ഈ ഒരു കൾച്ചറും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണം. ഈ ജപ്പാനീസ്കാരുടെ ആ ഒരു പണ്ടത്തെ ഏജിലെ ആ ഒരു സാമുറായി എന്ന് പറയുന്ന സംഭവം, ഷോഗൻ്റെ ഓരോ ടൈറ്റിൽ, ആ ഒരു കാര്യങ്ങൾ എന്താണ്, അവരെ ഫുള്ളി ഒരു കൾച്ചേഴ്സ് കാര്യങ്ങൾ എന്താണ് അറിയണമെങ്കിൽ ഈ സീസൺ ഒരിക്കലും മിസ്സാക്കരുത്. ഇതേപോലത്തെ സീസൺ വരില്ല തന്നെയാണ് എനിക്ക് ഉറപ്പിച്ച് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇത്രയും കൾച്ചറും കാര്യങ്ങളും എടുത്ത് കാണിക്കുന്ന സീസൺ വേറില്ല. അതിൻ്റെ ഡീറ്റെയിലിങ് എല്ലാ കാര്യം, കൾച്ചേഴ്സ് എന്ന് പറയാൻ മാത്രമല്ല, ഇവരെ ഓരോ ബിഹേവിയേഴ്സും ഇവർ ഓരോ ചെയ്യുന്ന കാര്യങ്ങളും, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കല്ല് വെച്ച സ്ഥലമുണ്ട്, ഇപ്പോൾ കാല് വെച്ച് മാത്രം നടക്കുന്നത്, അതിൻ്റെ പുറത്ത് ചവിട്ടി എന്ത് നടക്കുമുള്ളൊരു കാര്യം. പിന്നെ ഇവർ തമ്മിലുള്ള ബിഹേവിയേഴ്സും കാര്യങ്ങളും, ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് തമ്മിൽ അവരുടെ ബിഹേവിയേഴ്സ്, ഇവരെന്താണെന്ന് ഇവർക്ക് വിഷമമുള്ളപ്പോൾ ഇവരെന്താ ചെയ്യുക, ഇവർക്ക് സന്തോഷമുള്ളപ്പോൾ ഇവരെന്താ ചെയ്യുക, ഇവരൊരു മാനസം, ഒരു പ്യൂരിറ്റി എന്നുള്ള ലൈഫ് എന്താണ്, അതൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു സീരീസാണ്. അത് ഞെട്ടിച്ച് പോയി. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഞെട്ടിക്കുന്ന സാധനം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സീസണിനെ പറ്റി മെയിൻ ഇഷ്ടമായത്. പിന്നെ സീസൺ മൊത്തമായിട്ട് ഒരു ഭയങ്കര ഇരിക്കുന്ന ക്വാളിറ്റി വളർത്തുന്ന സീസണാണ്. ഫുള്ളി നല്ല ഇരിക്കുന്ന ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. എസ്പെഷ്യലി അത് കുറേ VFX കാര്യങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. അവർ എടുത്ത് വയ്ക്കുക, ഭൂമിയിലേക്കെല്ലാം വരുന്ന സീക്വൻസ് ഒക്കെ എടുക്കുക, അതൊക്കെ കാണണം ശരിക്കും പറഞ്ഞാൽ. അതിപ്പോൾ ജപ്പാനിലെല്ലാം എനിക്ക് ഓൾറെഡി ഇടയ്ക്കും കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നതിനാണെന്ന് തോന്നുന്നത്. സോ അതൊക്കെ ഭയങ്കര ആ ഒരു കാര്യം വരെ ഇവർ ഡീറ്റെയിലിംഗ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് എല്ലാ കാര്യങ്ങളും, ആ ഒരു ജപ്പാനീസ് എന്താണ് സംഭവിക്കുക അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സീസൺ നോവൽ ബേസ് ആയിട്ടുള്ള കഥയെ കൊണ്ട് ഇത് പണ്ട് നടന്ന സീരീസ് ആണോ എന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ ജപ്പാനീസ് ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിനകത്ത് പോർട്രേ ചെയ്തിരിക്കുന്ന ആ ഒരു വിധവും ആ ഒരു കൾച്ചേഴ്സും അതൊക്കെ കാണുമ്പോൾ ഇത് സീസൺ ശരിക്കും ഇപ്പോൾ ആ ജപ്പാനീസ് കൾച്ചറിൽ പണ്ട് നടന്ന കഥയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അത്രക്കും ഭയങ്കര ക്വാളിറ്റി, ഭയങ്കര ക്ലാരിഫിക്കേഷനോടെ ഈ സീസൺ മുന്നോട്ട് പോകുന്നത് പറഞ്ഞേ പറ്റും. ഇപ്പോൾ ഇതിനകത്തുള്ള ഡീറ്റെയിലിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞു. സോ അതിനകത്ത് മെയിൻ ഘടകമായിട്ട് വരുന്നതാണ് ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്. ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഡെപ്ത് ഉണ്ട്. അതെനിക്ക് ഇതിനകത്തെ പറ്റി പറയണം. ഡെപ്ത് എന്ന് പറയുമ്പോൾ എല്ലാ ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു പേർപ്പസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് പറഞ്ഞേ പറ്റും. എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറുണ്ട്, മരിക്കോ സമ എന്ന ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിന് കൊടുത്ത ഡെപ്ത് ഉണ്ട്, ആ ക്യാരക്ടറിന് കൊടുത്ത പേർപ്പസ് ഉണ്ട്. ശരിക്കും ഒരു എപ്പിസോഡ് കാണുമ്പോൾ ഒരു റിവീലിംഗ് സീനുണ്ട്. റിവീലിംഗ് എന്ന് പറയാമെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു എന്താണ് ശരിക്കും ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് എന്താണ് പറ്റുള്ള കാണിക്കുന്ന ഒരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായ ഒരു ക്യാരക്ടറെ പറ്റിയിട്ട് അത്ര കിടിലൻ ക്യാരക്ടറൈസേഷനാണ്. അതേപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സും കൊടുത്തത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് മെരിക്കോ സാമ. അതുപോലെ തന്നെ ടോണോഗ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടറുണ്ട്. പിന്നെ ഒരു അഞ്ജിൻ സാമ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മലയാളം വരുന്ന ഒരു ക്യാരക്ടറുണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന്. സോ അങ്ങനത്തെ മൊത്തം കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം കൊണ്ടാണ് ഈ സീസൺ മുന്നോട്ട് പോകുന്നത്. ഫുള്ളി ഒരു സ്പീച്ച് മേലാണ്, അതായത് ഫുള്ള് ഒരു കോൺവെർസേഷൻ മേലാണ് സീസൺ പോകുന്നത്. സോ എന്നെ ഒരിക്കലും ബോറടിപ്പിച്ചില്ല ഈ സീസൺ. ഫുള്ളി എൻഗേജ്മെൻ്റ് ആണ് ഈ സീസൺ. അത് അതിനോട്ട് പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് ഈ സീസൺ ഫുൾ ഫൈറ്റ് സീക്വൻസ് ഉള്ള സീസൺ. ഈ കൂടുതൽ സ്പോർട്സിനെ കൊണ്ടുള്ള കളി, സാമുറായി ഫൈറ്റ് സീക്വൻസ്, അതൊന്നല്ല ഈ സീസണിന് പ്രധാനം. ഈ സീസൺ എന്താണ് പറയുന്നത്, ഈ സീസൺ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവരുടെ പൊളിറ്റിക്സ് എന്താണ്, അതൊക്കെയാണ് ഈ സീസൺ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത്. സോ ഇതിൻ്റെ അകത്തൊരു വാറിലേക്കാണ് ഈ സീസൺ മൊത്തമായിട്ട് പോകുന്നത്. ഈ സീസൺ മൊത്തമായിട്ട് ഒരു വാറിലേക്കാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ പോകുന്നത്. സോ ഒരു വാർ അടക്കം നമ്മുടെ അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയല്ല ഈ വാർ പോവുക. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. മെഗാ സ്പെയർ ആണ്. അത് കണ്ടാൽ ഈ സീസണിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 10ാമത്തെ എപ്പിസോഡ് ലാസ്റ്റത്തെ അത് കണ്ടാൽ ശരിക്കും മനസ്സിലായി ഈ സീസണിൻ്റെ വില. സത്യം പറഞ്ഞാൽ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് എന്ന് പറഞ്ഞൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സീസൺ അധികം ആൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലാതെ എനിക്ക് തോന്നുന്നത്.
അത്രക്കും ഭയങ്കര ഒരു ആ സമുറായി കൾച്ചേഴ്സിനെ പറ്റി ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ ഈ നോവൽ ബേസ്ഡ് ആയിട്ടുള്ള സീസൊക്കെ കാണുന്നവർക്ക് അങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സീസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എനിക്ക് തീരെ അറിയില്ല, എനിക്ക് ഇല്ലാന്ന് തന്നെയാണ് തോന്നുന്നത് പേഴ്സണലി. കണ്ടിട്ട് എന്തായാലും കാണുമെന്ന് എനിക്ക് സീസണിനെ പറ്റി പറയാനുള്ളൂ. എനിക്ക് എന്തായാലും ടോട്ടലി ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നു. സോ ഷോഗൺ ഒരു കിഡിലെ സീസൺ. ഇനി അതിനെപ്പറ്റി അധികം പറയില്ല, പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഇവർ പറഞ്ഞാൽ ഫുള്ളി പറഞ്ഞ സ്പോയിലർ ആയിപ്പോൾ, അതുകൊണ്ട് തന്നെയാണ്. സോ ഈ സീസൺ കണ്ടിട്ട് എന്തായാലും കണ്ടോക്കാം. മാസ്റ്റർ പീസ് മസ്റ്റ് വാച്ച് ഐറ്റം, മികച്ച ഒരു സീരീസ്, ക്വാളിറ്റി സീരീസ്. സോ അത്ര പറയാനുള്ള ഷോഗിനെ പറ്റിയ സീസൺ ഓരോ ഒരു 10 എപ്പിസോഡ് മാത്രമുള്ള മിനി സീസൺ, ഓരോ എപ്പിസോഡും ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. സോ കണ്ടിട്ട് എന്തായാലും കണ്ടോക്കുക.